കേരളത്തിൽ 3 പേരെ കടലിൽ കാണാതായിട്ട് 2 ആഴ്ചയാവുകയാണ്. കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ എന്തു ചെയ്തു? സാധാരണക്കാരന് താങ്ങാകേണ്ടുന്ന സർക്കാർ ആ കർത്തവ്യം നിർവഹിച്ചു. നിസ്സംശയം പറയാം, കേരളത്തിലെ UDF സർക്കാർ അതിൽ പൂർണ്ണ പരാജയമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതിനെയെല്ലാം വിദഗ്ധമായി മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. കള്ളങ്ങൾ കൊണ്ട് ഒരു കോട്ട തന്നെ പണിയുവാൻ ശ്രമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിന്റെ സത്യമെന്ത്? കഴിഞ്ഞ LDF സർക്കാർ ദുരന്തമുഖത്ത് സ്വീകരിച്ച നിലപാടെന്ത്? നഷ്ടപരിഹാരം 7 വർഷത്തിന് ശേഷമെന്ന നിയമം മാറ്റുന്നത് UDF സർക്കാരായിരുന്നു. പരിശോധിക്കാം ഡീകോഡിലൂടെ. ആദ്യം മുഖ്യമന്ത്രി നടത്തിയ ആ വാദങ്ങളൊന്ന് കേൾക്കാം. ഇപ്പൊ പറഞ്ഞു, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കഴിഞ്ഞാൽ അവരെ കാണാതായാൽ പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ 7 വർഷം കാത്തിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. 7 വർഷം കഴിഞ്ഞാലേ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഈ സർക്കാർ മാറ്റി. ഈ പറയുന്നതാണോ യാഥാർത്ഥ്യം? ഒരിക്കലുമല്ല. കേരളത്തിൽ ഓഖി ദുരന്തം ആഞ്ഞടിച്ചപ്പോൾ മരണമടഞ്ഞ 142 പേരുടെ കുടുംബങ്ങൾക്ക് 22 ലക്ഷം രൂപ വീതം നൽകിയ സർക്കാരാണ് ഇടതു സർക്കാർ. അത് 7 വർഷത്തിന് ശേഷമായിരുന്നു. 2018 ഫെബ്രുവരി 1-ാം തീയതിയാണ് ഓഖി ദുരന്തത്തിൽ മരണമടഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള 2ാം ഘട്ട ധനസഹായ വിതരണം നടത്തിയത്. ഈ കാണുന്നത് അന്നത്തെ ചടങ്ങിന്റെ ചിത്രങ്ങളാണ്. അതായത് 7 വർഷം എന്നത് മാറ്റിയത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരായിരുന്നു. മുഖ്യമന്ത്രി അവകാശപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. ആദ്യമായാണ് ഹെലികോപ്റ്ററും ഡ്രോണും ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുന്നതെന്ന്. 2 ഡോണിയർ വിമാനങ്ങൾ, ഒരു ഹെലികോപ്റ്റർ, കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ, മറൈൻ ബോട്ട്, ഇപ്പൊ നേവിയുടെ ബോട്ട് വീണ്ടും അവിടെ എത്തിയിരിക്കുകയാണ്. സ്കൂബ ഡൈവിംഗ് സംവിധാനം. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലെ കുളച്ചലിലും പോയി കൂടി ആ പരിശോധന നടത്തി. ഒരു കാലത്തും ഇത്രമാത്രം ഒരു ഗവൺമെന്റ് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ സർക്കാർ അവർക്ക് വേണ്ടി പരിശോധന നടത്തുന്നത്. സത്യത്തെ വളച്ചൊടിച്ചാലും വസ്തുതകൾ മറച്ചു വെക്കാൻ സാധിക്കില്ലല്ലോ. ഓഖി ദുരന്തത്തിന്റെ ആദ്യഘട്ടം മുതൽ ഉപയോഗപ്പെടുത്താവുന്ന അത്രയും സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ ആരംഭിച്ചിരുന്നു. അന്നത്തെ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഇതിനെപ്പറ്റി പറയുന്നത് കേൾക്കാം. നിങ്ങൾക്കറിയോ, ഓഖിയുടെ സമയത്ത് വെരി ബിഗിനിങ്, അടുത്ത ദിവസം തന്നെ രാവിലെ തൊട്ട് എയർഫോഴ്സിന്റെ സംവിധാനം, ഹെലികോപ്റ്റർ, അതുപോലെ തന്നെ നേവി എല്ലാവരും സജീവമായി രംഗത്ത് വന്നു. കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി അത് പറ്റൂ. കാരണം സംസ്ഥാനത്തിന് നേവിയും എയർഫോഴ്സും ഒന്നും ഇല്ലല്ലോ. കേന്ദ്ര സഹായത്തോടു കൂടി, അവരുടെ പിന്തുണയോടുകൂടി ഞങ്ങളന്ന് 100 കണക്കിന് തൊഴിലാളികളുടെ ജീവനാണ് രക്ഷിച്ചത്. എയർഫോഴ്സിന്റെ സെക്യൂരിറ്റി ഏരിയ തുറന്നു തന്നു ഗവൺമെന്റ്. സെക്യൂരിറ്റി ഏരിയയിലേക്കാണ് എല്ലാ ഹെലികോപ്റ്ററും വന്നത്. ധനസഹായത്തിന് പുറമെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട്, ഗൃഹനാഥൻ നഷ്ടപ്പെട്ടവർക്ക് ജോലി, കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്നിങ്ങനെ അനവധി കാര്യങ്ങൾ അന്നത്തെ സർക്കാർ ചെയ്തു. കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കും വരെ അവർക്കുള്ള സംരക്ഷണം ഉറപ്പാക്കാൻ 13.5 കോടി രൂപ പ്രത്യേക ട്രഷറി അക്കൗണ്ടിൽ 2035 വരെ നിക്ഷേപിക്കുവാനും നടപടി സ്വീകരിച്ചു. ഇവയൊക്കെ യാഥാർത്ഥ്യമായി ഇരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കള്ളങ്ങളുമായി എത്തുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് സത്യമാണ്. കേരളത്തിൽ ആദ്യമായല്ല മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്നത്. എന്നാൽ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത സർക്കാർ അത് UDF സർക്കാർ മാത്രമാണ്. സത്യത്തിനെ മറച്ചുവെക്കാൻ സാധിക്കില്ലല്ലോ. കാലം എത്ര കഴിഞ്ഞാലും നുണയെ ചെകഞ്ഞു മാറ്റി അത് പുറത്തു വരും.